നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ ഭിന്നശേഷിക്കാർക്ക് പരിശീലനം നൽകുകയാണ് പിലാത്തറയിലെ ഇൻസ്പയർ എന്ന സ്ഥാപനം. ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം. സർക്കാരിന്റെ റൂട്ട് സെറ്റുമായി ചേർന്നാണ് പരിശീലനം നൽകുന്നത്. ചെറുതും വലുതുമായ നെറ്റിപ്പട്ടങ്ങളുണ്ട്. കേരളത്തിന്റെ തനത് സംസ്കാരവും പ്രൗഢിയും ഇഴചേർന്ന് കിടക്കുന്നതാണ് അവയെല്ലാം. പരമ്പരാഗതമായി തന്നെയാണ് ഇവയുടെ നിർമ്മാണവും. ശ്രമിച്ചാൽ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന നെറ്റിപ്പട്ടങ്ങൾ മികച്ച വരുമാന മാർഗം കൂടിയാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പിലാത്തറയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്പയർ. മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആവുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളും. ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാൻ വിവിധ പരിശീലനവും തൊഴിലും അഭ്യസിപ്പിക്കുന്ന സ്ഥാപനം പരമ്പരാഗത നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ പരിശീലനം നൽകിയിരിക്കുകയാണ്. റൂട്ട് സെറ്റുമായി ചേർന്നാണ് പരിശീലനം. ഗായത്രി ദേവിയാണ് നേതൃത്വം നൽകിയത്. റൂട്ട് സെറ്റിയും ഇൻസ്പയർ കണ്ണൂരും കൂടെ ചേർന്ന് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് 27 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറ്റിപ്പട്ട നിർമ്മാണ പരിശീലനത്തിൻ്റെ ക്ലാസ്സിലാണ്. 6 ദിവസം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്ന നെറ്റിപ്പട്ടവും അതുപോലെ വാൾ ഹാങ്ങിങ്സും ഉള്ളത്. ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഇത് മുഴുവനും കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടത്തോടൊപ്പം വിവിധ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിലും പരിശീലനം നൽകി. 51 days 51 ബെനിഫിഷ്യറീസ് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ നമ്മുടെ ഇവരുടെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് അവരെ ഒരു ഏണിംഗ് മെമ്പറാക്കുക. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ത്രൂ സെൽഫ് എംപവർമെൻറ്റ്, സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. പരിശീലനം ലഭിച്ചതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പലർക്കും. ഞങ്ങൾക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലാസ്സാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവുന്ന എനിക്ക് ലോ വിഷനാണ്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ മിസ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്നുണ്ട്. ഗായത്രി ദേവി മാഡം പഠിപ്പിച്ച് തന്നെ ഗായത്രി മാഡത്തിന് നല്ലൊരു ഇത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ഇത് വൃത്തി പറഞ്ഞ് തന്നെ നിന്ന സാധനം വെട്ടണം. ഇത് തൃട്ടാണ്, ഇത് ചണ്ടട്ടള, ഇത് പഞ്ചഭൂതങ്ങൾ, ഇത് രണ്ടും. പിന്നെ ഇത് അഷ്ടരശ്മി, ഇത് ഗണപതി, ഇത് തൃട്ടാണ്. ഇതിങ്ങനെ ഓരോ അളവ് വെച്ചിട്ട് നമ്മളെ ചെയ്യിപ്പിച്ചു. ഇതിനോടകം തന്നെ നിരവധിയായ പ്രവർത്തനത്തിലൂടെ ഇവരെ പോലുള്ളവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് പിലാത്തറയിലെ ഇൻസ്പയർ. ഇപ്പോൾ റൂട്ട് സെറ്റുമായി ചേർന്ന പരിശീലന പ്രവർത്തനങ്ങളിലൂടെ ഇവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇവർ നടന്നു നീങ്ങുന്നത്. ഇത് ഏറെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.